നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രജിസ്റ്റേർഡായി അയച്ച ഇന്റർവ്യൂ ക്ഷണക്കത്ത് പോസ്റ്റ് 1 നൽകിയത് 10 ദിവസങ്ങൾ കഴിഞ്ഞ്. അവസരം നഷ്ടമായ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധവുമായി രംഗത്ത്. ആലക്കോട് പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചവർണ അംഗൻവാടി നടന്ന യോഗത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന TJ ജോസഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തിയിട്ടുള്ളതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. എയർടെക് ഓട്ടോ എയർ കണ്ടീഷണർ തൊടുപുഴ അച്ചൻകവലയിലുള്ള സുലഭ ഹൈപ്പർ മാർട്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജോലി കിട്ടിയവർക്ക് അവധിയെടുക്കാനുള്ള തിരക്ക്. ജോലിയില്ലാത്തവൻ ഒരു ജോലിക്കായി ഓട്ടത്തിലും. ജോലി കിട്ടിയവരുടെ അനാസ്ഥയിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇന്റർവ്യൂവിനുള്ള അവസരം നഷ്ടമായതായി പരാതി. രജിസ്റ്റേർഡായി അയച്ച ഇന്റർവ്യൂ ക്ഷണക്കത്ത് പോസ്റ്റ് 1 നൽകിയത് 10 ദിവസങ്ങൾ കഴിഞ്ഞ്. അവസരം നഷ്ടമായ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധവുമായി രംഗത്ത്. കട്ടപ്പന വെള്ളയാങ്കുടി സ്വദേശി വട്ടക്കാട്ടിൽ ലിൻഡോ തോമസാണ് വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ മാർച്ച് 18-നാണ് പുളിന്താനത്തുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിനിയൽ തസ്തികയിലേക്കുള്ള അഭിമുഖ ക്ഷണക്കത്ത് വെള്ളയാംകുടി വട്ടക്കാട്ടിൽ ലിൻഡോയുടെ പേരിൽ രജിസ്റ്റേർഡായി വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിലെത്തിയത്. എന്നാൽ 10 ദിവസങ്ങൾ വൈകി മാർച്ച് 28-നാണ് ഈ കത്ത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ ലിമ എന്നയാൾ അപേക്ഷകനായ ലിൻഡോയ്ക്ക് കൈമാറിയത്. തുടർന്ന് കത്ത് പരിശോധിച്ചപ്പോഴാണ് മാർച്ച് 23-നാണ് അഭിമുഖം നിശ്ചയിച്ചിരുന്നതെന്ന് വ്യക്തമായത്. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥ മൂലം ജോലിക്കുള്ള അവസരം നഷ്ടപ്പെട്ടതായി കാണിച്ച് തപാൽ വകുപ്പ്, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് ലിൻഡോ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് യുവാവ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഒറ്റയാൾ സമരം നടത്തിയത്. പോസ്റ്റ് വുമണിനെതിരെ നടപടിയെടുക്കുകയും തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ലിൻഡോ ആവശ്യപ്പെടുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ലിൻഡോയ്ക്ക് എയ്ഡഡ് സ്കൂളിലെ മിനിയൽ ഫുൾ ടൈം തസ്തികയിലേക്കുള്ള അഭിമുഖത്തിന് അവസരം ലഭിച്ചത്. അതേസമയം ലിൻഡോയുടെ മൊബൈൽ നമ്പർ ലഭിക്കാത്തതിനാലാണ് കത്ത് കൈമാറാൻ വൈകിയതെന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള വിചിത്ര മറുപടി. പ്രതിഷേധമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന് SI ഉറപ്പ് നൽകിയതിനാൽ ലിൻഡോ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ഞാൻ പോലീസുകാരെ മാനിച്ച് ഞാൻ ഇവിടെ എഴുന്നേക്കാൻ തീരുമാനിക്കുകയാണ്. നീതി കിട്ടുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ എന്റെ മരണം വരെ ഞാൻ ഇവിടെ ഇരിക്കും. മറ്റൊരാൾക്ക് ഈ സംഭവം ഉണ്ടാവരുത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകുവാൻ സർക്കാർ ഇടപെടണമെന്ന് രാജപാത ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയും വനത്തിൽ കൂടി കടന്നു പോകുന്നതിനാൽ ഈ ഭാഗത്തെ റോഡ് ഫോറസ്റ്റുകാർ നിയമവിരുദ്ധമായി കയ്യേറിയിരിക്കുന്നു എന്നാണ് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്ന പരാതി. സിംഗക്കുടി ട്രൈബൽ കോളനിയുടെ മുകൾ ഭാഗത്ത് റോഡിന് നടുവിൽ കൂടി 100-ൽ പരം ജണ്ടകളും ചിലയിടങ്ങളിൽ JCB ഉപയോഗിച്ച് വലിയ കാനകളും നിർമ്മിച്ചിരിക്കുകയാണ്. അന്തോണിപുരം മുതൽ നല്ലതണ്ണി കല്ലാർട്ടി എസ്റ്റേറ്റ് വരെ ഏകദേശം 6 കിലോമീറ്റർ ദൂരം കാൽനട യാത്ര പോലും നിഷേധിച്ച് വനം വകുപ്പ് അടച്ചുകെട്ടിയതായും ആക്ഷേപമുണ്ട്. പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകുവാൻ സർക്കാർ ഇടപെടണമെന്ന് രാജപാത ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. AD 1878 അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മയുടെ ഉത്തരവിനെ തുടർന്ന് മൂന്നാറിലേക്ക് നിർമ്മിച്ചതാണ് രാജപാത എന്നറിയപ്പെടുന്ന ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡ്. ആലുവയിൽ നിന്നും കോതമംഗലത്തെത്തിയ ശേഷം ചേലാട്, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, കുഞ്ചിയാർ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്ന് നല്ലതണ്ണി, കല്ലാർ, ടി എസ്റ്റേറ്റ് വഴി മൂന്നാറിൽ എത്തിച്ചേരും. എന്നാൽ AD 1878 മുതൽ 2024 വരെ ഈ റോഡ് PWDയുടേതാണെന്നാണ് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയും വനത്തിൽ കൂടി കടന്നു പോകുന്നതിനാൽ ഈ ഭാഗത്തെ റോഡ് ഫോറസ്റ്റുകാർ നിയമവിരുദ്ധമായി കയ്യേറിയിരിക്കുന്നു എന്നാണ് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്ന പരാതി.
സിങ്കുക്കുടി ട്രൈബൽ കോളനിയുടെ മുകൾ ഭാഗത്ത് റോഡിന് നടുവിൽ കൂടി 100-ൽ-പരം ജണ്ടകളും ചിലയിടങ്ങളിൽ JCB ഉപയോഗിച്ച് വലിയ കാനകളും നിർമ്മിച്ചിരിക്കുകയാണ്. അന്തോണിപുരം മുതൽ നല്ലതണ്ണി കല്ലാർ ടി എസ്റ്റേറ്റ് വരെ ഏകദേശം 6 കിലോമീറ്റർ ദൂരം കാൽനട യാത്ര പോലും നിഷേധിച്ച് ഫോറസ്റ്റുകാർ അടച്ചുകെട്ടിയതായും ആക്ഷേപമുണ്ട്. കരിന്തിരിമല ഭാഗത്തേക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ജനങ്ങളുടെ ആരോപണം. രാജപാതയുടെ കയ്യേറ്റക്കാരായ ഫോറസ്റ്റ് അധികൃതർ വികസന നയങ്ങളെ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നതെന്നും ആക്ഷൻ കൗൺസിൽ നേതാക്കൾ പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണമെന്ന് ആക്ഷൻ കൗൺസിൽ കോതമംഗലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രളയത്തിന് ശേഷം മാങ്കുളവും പൊറത്തിക്കുടിയും മൂന്നാറൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ മേഖലയിലെ റോഡ് മൂന്നാറിലേക്ക് ഒരു സമാന്തര റോഡ് വേണം എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ആലുവ മൂന്നാർ റോഡ് പുനർഗതാഗത യോഗ്യമാക്കണമെന്നുള്ള ആവശ്യവുമായി മാങ്കുളത്തു നിന്ന് ഉൾപ്പെടെയുള്ള ജനങ്ങൾ രംഗത്ത് വരികയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. കാരണം ഒരു 30% റോഡ് മാത്രമാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശമുള്ളൂ. ബാക്കിയുള്ള റോഡുകളെല്ലാം ഈ പഴയ ആലുവ മൂന്നാർ റോഡിൽ നിന്ന് വാഹന ഗതാഗതയുക്തമാണ്. അത് നിലവിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് തുറന്നു കിട്ടണം. അപ്പോൾ ആ റോഡ് തുറന്നു കിട്ടണമെന്നുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിവേദനമായി പോയിട്ടുണ്ട്. അതുകൂടാണ്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ ആ മേഖലയിലേക്കുള്ള മാങ്കുളം മേഖലയിലേക്ക് പോകുന്ന 2 റോഡുകൾ മാത്രമാണ് നിലവിലുള്ളത്. ഒന്ന് ഓൾഡ് ആലുവ മൂന്നാർ റോഡും ഒന്ന് 6-ാം മൈലിൽ നിന്ന് ആരംഭിക്കുന്ന 6-ാം മൈൽ പഴംപിളിച്ചാൽ മാമലക്കണ്ടം ആവൂട്ടി പൊറത്തിക്കുടി റോഡ്. ഈ 2 റോഡും ഇന്ന് ഫോറസ്റ്റുകാർ അടച്ചു കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന മാങ്കുളം മേഖലയിലേക്കുള്ള റോഡുകൾ ഇല്ലാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. മാങ്കുളംകാർക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ വഴികൾ നേരിട്ട് തുറന്നു കിട്ടിയാൽ 50 കിലോമീറ്റർ കൊണ്ട് അവർക്ക് കോതമംഗലത്ത് എത്താൻ സാധിക്കും. ഇപ്പോൾ മാങ്കുളത്തുള്ള ആളുകൾക്ക് കോതമംഗലത്ത് എത്തിച്ചേരണമെങ്കിൽ 90 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് തന്നെയുമല്ല ഈ റോഡിൻ്റെ എല്ലാ മേഖലയിലും ആദിവാസികൾ അടക്കം ഉള്ള ആളുകൾക്ക് വികസനം കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടുമാണ്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ഷാജി പയ്യാനിക്കൽ കുട്ടമ്പുഴ, ആദർശ് എസ് മാമലക്കണ്ടം, എൽദോസ് പാറയിൽ തട്ടേക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ആലക്കോട് പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചവർണ അംഗൻവാടിയിൽ നടന്ന ചടങ്ങുകൾക്ക് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ കിരൺ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക ഉപഹാരങ്ങളും സമ്മാനിച്ചു. ചിന്തയിൽ വാക്കിൽ പ്രവർത്തിയാലൊക്കെയും ചിന്തനെ നന്മതൻ തൂവെളിച്ചം. ആലക്കോട് പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചവർണ അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് ആലക്കോട് പഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ കിരൺ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക ഉപഹാരങ്ങളും നൽകി. ചവർണ അംഗൻവാടി ടീച്ചർ ഉഷ PN സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇളന്തേശം LCDA സൂപ്പർവൈസർമാർ ബിന്ദു BA, ജൂലി ജോസഫ്, സ്കൂൾ കൗൺസിലർ നൈസി ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ആലക്കോട് പഞ്ചായത്ത് പാലപ്പിള്ളിയിലെ സുശീല ടീച്ചർ 42 വർഷവും കച്ചിറപ്പാറയിലെ സുഷമ ടീച്ചർ 40 വർഷവും സേവനം ചെയ്തതിനു ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ചിലവ് അംഗൻവാടി ഹെൽപ്പർ സീനത്ത് തന്റെ 17 വർഷത്തെ സേവനത്തിനു ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ആലക്കോട് പഞ്ചായത്തിലെ വിവിധ അംഗൻവാടിയിലെ വർക്കർമാർ, ഹെൽപ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ടീച്ചറെയും അവിടുത്തെ വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ 3 പേർക്കും ഏറ്റവും സന്തോഷകരം എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെയൊരു ഇത്രയും നാൾ നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് നാൾ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാനും നല്ല റിട്ടയർമെൻറ്റ് ജീവിതം നല്ല രീതിക്ക് അവർക്ക് ആസ്വദിക്കാനും നമുക്ക് എന്തിനും ഒരു പോംവഴിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിട്ടയർമെൻറ്റ് ചികിത്സയിലേക്ക് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ സ്വയമായി കണ്ടെത്തി അതുമായിട്ട് ആ ജീവിതമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോകാനായിട്ടും നല്ലൊരു ആരോഗ്യവും ഐശ്വര്യമുള്ള ഒരു ഭാവി ജീവിതവും 3 പേർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസഗാനം പാടാം, ആമോദഗാനം പാടാം. പിരിയാത്ത ഓർമ്മകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം നീട്ടി വൃത്തിൽ. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.
തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ഔതച്ചേട്ടൻ എന്ന് വിളിക്കുന്ന TJ ജോസഫിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന TJ ജോസഫ് അനുസ്മരണം നടത്തി. തൊടുപുഴയിലെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച കറപുരളാത്ത വ്യക്തിത്വത്തിനുടമയും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ ചെയർമാനും പൊതുപ്രവർത്തകർക്ക് മാതൃകയുമായിരുന്നു TJ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ അനുസ്മരിച്ചു. സമ്മാനങ്ങളില്ലാത്ത നേതാവായിരുന്നു TJ എന്ന കാര്യം നമുക്കെല്ലാവർക്കും എപ്പോഴും നമ്മുടെ ഓർമ്മയിലുള്ള കാര്യം. ബഹുമാനായ ശ്രീ ശിവരി അതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാലം യാത്ര ചെയ്തിട്ടുണ്ട്. ശ്രീ TJ ജോസഫിനോടൊപ്പം ശ്രീ ശിവരിയോടൊപ്പം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ദു സുധാകരൻ, TJ പീറ്റർ, NA ബെന്നി, ജോയി മൈലാടി, ജാഫർ ഖാൻ മുഹമ്മദ്, ഫിലിപ്പ് ചേരിയിൽ, സുരേഷ് രാജു, കൃഷ്ണൻ കണിയാപുരം, S. ഷാജഹാൻ, ഷാഹുൽ മങ്ങാട്ട്, ബോസ് തളിയഞ്ചിറ, PS ജേക്കബ്, TP ദേവസ്യ, VG സന്തോഷ് കുമാർ, PV അച്ചാമ, KP റോയ്, ബിന്ദു ദിനേശൻ, PP കാസിം, TK നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. റോബിൻ മൈലാടി, രാജേഷ് ബാബു, സുഭാഷ് കുമാർ, സെബാസ്റ്റ്യൻ മാത്യു, MH സജീവ്, ജോസഫ് മാണി, മാർട്ടിൻ ജോസഫ്, ബേബി വണ്ടനാനി തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിന് നേതൃത്വം നൽകി. കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സാധാരണക്കാരുടെ ഇടയിലായിരുന്നു. NDUC രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിസ്തുലമായിരുന്നു. സാധാരണ തൊഴിലാളികളുടെ ഏതാവശ്യങ്ങൾക്കും അതിന് സമയമെന്നോ സൗകര്യമെന്നോ നോക്കാതെ എന്താവശ്യത്തിനും ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും രാപകലില്ലാതെ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ആ നേതാവിൻ്റെ വിയോഗം നമ്മളെ ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നും നമുക്കിപ്പോഴും മോചിതരാകാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തിയിട്ടുള്ളത് എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കോതമംഗലം രൂപത ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയതിനെ തുടർന്ന് നൽകിയ സന്ദേശത്തിലാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞത്. ദിവ്യബലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോതമംഗലത്ത് നിന്നും ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തിയിട്ടുള്ളതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. വിശ്വാസത്തോടെ എക്കാലത്തും വിശ്വസ്തത പുലർത്തിയ ദൈവജനമാണ് കോതമംഗലം രൂപതയുടെ ആസ്തി. ഏതൊക്കെ വിധത്തിൽ സഭയെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം രൂപത പിന്തുടർന്നു വരുന്നുണ്ട്. മനുഷ്യന്റെ വേദനകൾ, സങ്കടങ്ങൾ എന്നിവയിലെല്ലാം കരം ചേർത്ത് പിടിച്ച നല്ല സമരിയക്കാരന്റെ മാതൃക നൽകിയ രൂപതയാണ് കോതമംഗലം. രൂപതയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും കഷ്ടപ്പാടും ഐക്യവുമാണ്. സ്ഥാപക പിതാവ് മാർ മാത്യു പോത്തനാമൊഴി, രൂപതയെ വളർച്ചയിലേക്ക് നയിച്ച മാർ ജോർജ് മുന്നക്കൂട്ടിൽ, മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ എന്നിവരോടും രൂപത കുടുംബത്തിനോടുമുള്ള നന്ദിയും സ്നേഹവും മാർ തട്ടിൽ പിതാവ് അറിയിച്ചു. കർത്താവ് ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അതിനായി എല്ലാവരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കണം. ഇത് ദൈവവിളിയുടെ വാരമാണ്. ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്നും മാർ തട്ടിൽ പിതാവ് ആശംസിച്ചു. മക്കളെ സ്വീകരിക്കുന്നതിൽ മാതാപിതാക്കൾ പിശുക്ക് കാണിക്കരുതെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. ദിവ്യബലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പൊന്നുക്കോട്ടിൽ, വികാരി ജനറൽ മോൺസിജോർ പയസ് മലയക്കണ്ടം, CMI പ്രൊവിഷൻ സുപ്പീരിയർ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, രൂപതയിലെ ഫെറോന വികാരിമാർ വിശുദ്ധ ബലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം സഹകാർമ്മികരായി. ദിവ്യബലിക്ക് ശേഷം സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. നേരത്തെ കത്തീഡ്രൽ ദേവാലയങ്കണത്തിൽ മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ, മാർ ജോർജ് പൊന്നുക്കോട്ടിൽ എന്നിവർക്കൊപ്പമെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്
കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ജപമാലകൾ കൊണ്ട് നിർമ്മിച്ച ബൊക്കെ നൽകി സ്വീകരിച്ചു. കോതമംഗലം രൂപതയുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൂചകമായി മേജർ ആർച്ച് ബിഷപ്പിന് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ അംശപടി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് തൊടുപുഴ കാർഡ്സ് സെന്ററിൽ സൗജന്യ തെങ്ങിൻ തൈ വിതരണവും സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തെങ്ങിൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സൂസൻ ബെഞ്ചമിൻ സെമിനാറിന് നേതൃത്വം നൽകി. മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കർഷകർക്കും സംരംഭകർക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴ കാർഡ്സ് PCL സെന്ററിൽ നടക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന്റെ 2-ാം ദിവസം സംഘടിപ്പിച്ച സൗജന്യ ഇളനീർ തെങ്ങിൻ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ചില മേഖലകളിൽ മാത്രം ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലെല്ലാം 10 വീട് കൂടുന്നിടത്തൊരു പച്ചക്കറിത്തോട്ടം ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു. ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന വീടുകളിലൊരു അടുക്കളത്തോട്ടം തുടങ്ങിയ ഒട്ടനവധി സ്കീമുകൾ, അതിനുവേണ്ട സഹായങ്ങളും സംവിധാനങ്ങളും എല്ലാം ചെയ്തു. പക്ഷേ പുതിയതായിട്ട് ഒട്ടനവധി ആളുകൾ കടന്നു വരുന്നുണ്ട്. അസോസിയേഷനിലേക്ക് റെസിഡൻസിൻ്റെ കീഴിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള നമുക്കറിയാം ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ഉദാഹരണത്തിന് ചെറിയൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൃഷി ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതിന് നമുക്കറിയാം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസവും കൃഷിയും ആളിക്കണ്ട കാലഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ടുണ്ട്. ഇന്നത് അതിൻ്റേതായ രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായി ആ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തി വിളവുകൾ എടുക്കുന്ന അല്ലെങ്കിൽ കൃഷി ഏതൊക്കെ രീതിയിൽ വിജയകരമാക്കിയെടുക്കുക എന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ഇന്നും ലാഭം തന്നെ. തുടർന്ന് ശാസ്ത്രീയ തെങ്ങ് കൃഷിയും പരിപാലനവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ സൂസൻ ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു. എല്ലാ മാസവും ഓല ഉണ്ടാവും, എല്ലാ മാസവും പൂങ്കൊല ഉണ്ടാവും. അപ്പം തെങ്ങെന്ന് പറയുന്ന ആരാ? ഒരു നിത്യ ഗർഭിണിയാണ് അല്ലേ? എല്ലാ മാസവും അവർ പ്രസവിക്കും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് എന്താ തെങ്ങിന് വേണ്ട ഒരു കാര്യം എന്താ? എല്ലാ മാസവും അതിന് ആവശ്യമായിട്ടുള്ള പോഷകം വേണം, വെള്ളം വേണം, വെയിൽ വേണം അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഇത്രയും 3 സാധനം വേണം. അപ്പം നമ്മുടെ ഉൽപ്പാദനം നമ്മൾ 80 എന്നുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, ഒരു തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത 80 എന്ന് നമ്മൾ ലക്ഷ്യം കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെങ്ങിനെ എങ്ങനെ ഉപമിക്കാം? തെങ്ങൊരു ഫാക്ടറിയാണ് അല്ലേ? ഒരു ഫാക്ടറി ആയിട്ട് നമുക്ക് തെങ്ങിനെ കാണാം. അപ്പോൾ തെങ്ങൊരു ഫാക്ടറി ആണെങ്കിൽ ഒരു ഉദാഹരണം, നമ്മളൊരു പേന ഉണ്ടാക്കുന്ന 1000 പേന ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ, സെക്രട്ടറി NJ മാമച്ചൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. കുട്ടികൾക്കായി ചിൽഡ്രൻസ് പാർക്കും ഇലക്ട്രിക് കാറുകളിലും ബൈക്കിലും സൗജന്യ യാത്രയും ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ ഗാർഹിക മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള യൂണിറ്റുകളുടെ പ്രദർശനം, 30ഓളം വിപണന സ്റ്റാളുകൾ, ഓർക്കിഡ് ആന്തൂറിയം, ഇൻഡോർ പ്ലാന്റ് എന്നിവയുൾപ്പെടെ 10,000-കണക്കിന് ഫലവൃക്ഷ തൈകളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറി തൈകളും ജൈവവളങ്ങളും കാർഷികോപകരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആരാധികയായ വയോധികയോട് നർമ്മസല്ലാപം നടത്തുന്ന മോഹൻലാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടന്ന സംസാരമാണ് വൈറലായിരിക്കുന്നത്. സ്നേഹം പ്രകടിപ്പിച്ച ആരാധികയോട് പോരുന്നോ എന്റെ കൂടെ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. ഇതിനു മറുപടിയായി ആരാധിക ഇല്ലെന്നും പറയുന്നു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. തൊടുപുഴയിൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനിറങ്ങിയ മോഹൻലാലിന്റെ മുന്നിൽ പ്രായമായ ഒരമ്മയെത്തി. തുടർന്ന് നടന്ന സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നേരിൽ കണ്ടിട്ടും വിശ്വാസം വരാത്ത പോലെ ദേഹത്തൊന്ന് തൊട്ടുനോക്കിയും ഈ അമ്മ കുശലം പറഞ്ഞു. മോഹൻലാലും ശോഭനയും 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തൊടുപുഴയിൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിനസ് വാർത്തകൾ.
എയർടെക് ഓട്ടോ എയർ കണ്ടീഷണർ തൊടുപുഴ അച്ചൻകവലയിൽ സുലഭ ഹൈപ്പർ മാർട്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഏതുതരം വാഹനത്തിനും പുതിയ AC ആധുനിക ഇലക്ട്രിക് സംവിധാനങ്ങൾക്ക് അനുസൃതമായി മികച്ച ഫിറ്റർമാരുടെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തോടെ ഫിറ്റ് ചെയ്തും റിപ്പയർ ചെയ്തും നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാനൻ, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. എയർടെക് ഓട്ടോ എയർ കണ്ടീഷണർ തൊടുപുഴ അച്ചൻകവലയിൽ സുലഭ ഹൈപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ബസ്, കാർ, ലോറി, ട്രക്ക്, JCB, ഹിറ്റാച്ചി, മിനി ബസ് തുടങ്ങി ഏതുതരം വാഹനത്തിനും പുതിയ AC ആധുനിക ഇലക്ട്രിക് സംവിധാനങ്ങൾക്ക് അനുസൃതമായി മികച്ച ഫിറ്റർമാരുടെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തോടെ ഫിറ്റ് ചെയ്തും റിപ്പയർ ചെയ്തും നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. വാഹനങ്ങളിൽ നിന്നല്ല, പുറത്തുനിന്നല്ല, ഏതൊരു മേഖലയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഏറ്റവും അധികം, അതിൻ്റെ ഡ്രൈവർമാരും മറ്റു കാര്യങ്ങളാണ് ചൂണ്ടലും. ആ വാഹനങ്ങളിൽ AC ആയി ബന്ധപ്പെട്ടുകൊണ്ട്, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി മാത്രമായൊരു വർക്ക്ഷോപ്പ് നമുക്കറിയാം തൊടുപുഴയിൽ അങ്ങനെ ഒരുപാടില്ല എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രാജാക്കാട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചെയ്ത് പരിചയമുണ്ട്. സുമേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വൈവിധ്യമുള്ളതാണ്. അദ്ദേഹം തൊടുപുഴയിൽ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ തന്നെ നമുക്കറിയാം, അതിനുവേണ്ടി മാത്രമായിട്ട് എയർ കണ്ടീഷൻ ഫിറ്റിങ്സിനും മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ടി മാത്രമായിട്ടൊരു വർക്ക്ഷോപ്പ് വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അതിനെ ആശ്രയിക്കും. കാരണം ശീതീകരിച്ച ഒരു സംവിധാനമില്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി വീടുകളിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും ആ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിന് ജഗദീശൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതിനെ സമീപിച്ചുകൊണ്ടിരുന്ന, ആശ്രയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, അതുപോലെ തൊടുപുഴയിൽ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ ഒന്നും ഒരു ദോഷമായിട്ട് വന്നിട്ടില്ല. ഇതും വിജയത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാനൻ, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നിസാർ M കാസിം, വൈസ് പ്രസിഡന്റ് ജോസ് AJ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, K ഭാസ്കരൻ, സാജു ആന്റണി, നിസാർ KA, ബിനീഷ് KG, ശശിധരൻ നായർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. കഴിഞ്ഞ 9 വർഷമായി രാജാക്കാട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ചാണ് തൊടുപുഴയിലേത്. നാളിതുവരെ നൽകിയ എല്ലാ സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ ശേഷിക്കെ ഇത്തവണ പീരുമേടിന്റെ മനസ്സ് മാറുമോ എന്ന ചർച്ചകളിൽ ഇടം നേടുന്നു. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-നൊപ്പം നിന്ന മണ്ഡലമാണ് പീരുമേട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വിധിയെഴുത്ത് UDF-നൊപ്പമായിരുന്നു. ഇത്തവണയും മണ്ഡലം ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെ UDF-ഉം ഈ പതിവ് ഇത്തവണ മായ്ച്ചു കളയാനുള്ള കഠിന ശ്രമത്തിൽ LDF-ഉം രംഗത്ത്. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പീരുമേടിന്റെ മനസ്സ് മാറുമോ എന്ന ചർച്ചകൾക്ക് ചൂടേറുന്നു. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-നൊപ്പം നിന്ന മണ്ഡലമാണ് പീരുമേട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ വിധിയെഴുത്ത് UDF-നൊപ്പമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇത്തവണ പീരുമേടിന്റെ മനംമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത്. ഇത്തവണയും മണ്ഡലം ചതിക്കില്ല എന്ന ആത്മവിശ്വാസവുമായാണ് UDF-ന്റെ പ്രചാരണം. ആ പതിവ് ഇക്കുറി മായ്ച്ചു കളയാനുള്ള കഠിന ശ്രമത്തിലാണ് LDF. തമിഴ് വംശജർക്ക് നിർണായക സ്വാധീനമുണ്ട് പീരുമേട്ടിൽ. ഏലപ്പാറ, പീരുമേട്, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിൽ ഇവരാണ് ഭൂരിപക്ഷം. 1967 മുതൽ 82 വരെ 4 തവണ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന മണ്ഡലം 82-ൽ KK തോമസിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തു. ഹാട്രിക് വിജയത്തോടെ KK തോമസ് കുത്തകയാക്കി മാറ്റിയ മണ്ഡലം 96-ൽ ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിക്കാനെത്തിയ കേരള കോൺഗ്രസിലെ മാത്യു സ്റ്റീഫനെ പരാജയപ്പെടുത്തി CA കുര്യൻ ഇടതുപക്ഷത്താക്കി.
2001 കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ CA കുര്യനെ തോൽപ്പിച്ച് EM അഗസ്തി മണ്ഡലം UDFന്റെ വഴിയിലാക്കി. 2006 മുതൽ ഇടതുഭൂമിയാണ് പീരുമേട്. CPIക്ക് നൽകിയ സീറ്റിൽ 2006-ലും 2011-ലും 2016-ലും ES ബിജിമോൾ ഹാട്രിക് വിജയം നേടി സീറ്റ് ഇടതുപക്ഷത്തിന് ഒപ്പമാക്കി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് പീരുമേട്ടിൽ 23,380 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴൂർ സോമൻ 1,835 വോട്ടിന് വിജയിക്കുകയുണ്ടായി. ഈ തിരിച്ചറിവിന്റെ ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. നിയമസഭയിലേക്ക് ഇടതിനെയും പാർലമെന്റിലേക്ക് UDFനെയും എന്ന നയം ഇക്കുറിയും തുടരുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം മോദി ഗ്യാരണ്ടിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ പീരുമേട് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടാക്കുവാനാണ് BDJS സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥിനെ മുൻനിർത്തി NDAയുടെ ശ്രമം. തോട്ടം മേഖലയിലെ പ്രതിസന്ധിയാണ് ഏലപ്പാറ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാന പ്രശ്നങ്ങൾ. പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പീരുമേട് ടീ കമ്പനി, വാഗമണിലെ MMJ തോട്ടം എന്നിവ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതും വരുമാനം നിലച്ചതും ഹൈറേഞ്ചിന്റെ സാമ്പത്തിക മേഖലയെ തന്നെ ബാധിച്ചു. കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളിലെ വന്യമൃഗ ആക്രമണങ്ങളും കൃഷി നശിപ്പിക്കലും ഈ മേഖലയിലെ ചൂടേറിയ വിഷയങ്ങളാണ്. അയ്യപ്പൻകോവിലിലെ പട്ടയ പ്രശ്നങ്ങളും പരിഹാരമായിട്ടില്ല. 9 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പീരുമേട് നിയോജക മണ്ഡലം. ഇതിൽ 7ഉം LDF ആണ് ഭരിക്കുന്നത്. 2ഇടത്ത് UDF ഭരിക്കുന്നു. ST സംവരണമായ ഉപ്പുതറയിൽ UDFനാണ് ഭൂരിപക്ഷമെങ്കിലും ഈ വിഭാഗത്തിൽ നിന്ന് അംഗമില്ലാത്തതിനാൽ LDF അംഗത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ സാഹചര്യങ്ങൾ എല്ലാം നിലനിൽക്കെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേടിന്റെ മനംമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടേറുന്നത്. VBC ന്യൂസ്, പീരുമേട്. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് മങ്ങാട്ടുകവല കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധരുടെ സാങ്കത്യം എന്താണ്, അവരുടെ ജീവിതവുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും? പലപ്പോഴും വിശുദ്ധരെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് അവർ ജനിച്ചപ്പം മുതൽ വിശുദ്ധിയോടെ കടന്നു വന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. പക്ഷേ വിശുദ്ധര് ഒന്നും വിശുദ്ധരായി ജനിച്ചവരല്ല, ജീവിച്ച് വിശുദ്ധരായവരാണ്. ഇന്നത്തെ വായനകളിലൊക്കെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ദാനിയേലിൻ്റെ സംഭവം ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നാം ശ്രവിച്ചു. ദാനിയേല് സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം മറ്റ് ദേവന്മാരിൽ വിശ്വസിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കൽപ്പനയെ ധിക്കരിക്കുവാൻ വേണ്ടിയല്ല, പക്ഷേ സത്യ ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി കൽപ്പന ധിക്കരിക്കേണ്ടി വന്നു. ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ അത് ഏറ്റുപറയുവാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് മൃഗങ്ങളുടെ മുമ്പിലേക്ക്, സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എറിയപ്പെട്ടു. രാജാവ് ദാനിയേലിനെ ഏറെ സ്നേഹിച്ചിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ നോക്കി. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ഏക സത്യദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് ത്യാഗവും സഹിക്കുവാൻ, ഏത് പീഡനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു. നമുക്കറിയാം, വിശന്ന് വലയുന്ന സിംഹക്കൂട്ടിലേക്ക് ഒരു മനുഷ്യനെ എറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ സർവശക്തനായ ഏക ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട്, ആ സർവശക്തന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആലയം, കരുണാലയം,
മുതലക്കോടം പള്ളി ശരണാലയം ആലയം കരുണാലയം മുതലക്കോടം പള്ളി ശരണാലയം ഏതൊരു മനസ്സിലും ശാന്തി തൻ താമര പൂവിടർത്തും ദേവാലയം ദേവാലയം ആലയം കരുണാലയം മുതലക്കോടം പള്ളി ശരണാലയം. മനസാകുമശ്വത്തെ വ്യാമോഹ സർപ്പം തീട്ടാതെ കാക്കുമി ദേവാലയം മനസാകുമശ്വത്തെ വ്യാമോഹ സർപ്പം തീട്ടാതെ കാക്കുമി ദേവാലയം അവിടെയൊരൽപ്പം നേരമിരുന്നാൽ വേദനയെല്ലാം മറക്കാം ഏതു ചേതനയും സ്വർഗമാക്കാം. ആലയം കരുണാലയം മുതലക്കോടം പള്ളി ശരണാലയം ആലയം കരുണാലയം മുതലക്കോടം പള്ളി ശരണാലയം. ദുഃഖത്തിൻ തീർത്ഥാടകർ വന്ന് ധന്യരാകും പുണ്യദേവാലയം. തീരാത്ത ദുഃഖത്തിൻ തീർത്ഥാടകർ വന്ന് ധന്യരാകും പുണ്യദേവാലയം. അവിടെയൊരിക്കൽ പോയി നമിച്ചാൽ ജീവിതം ശോഭനമാക്കാം. ഏതു നീർമിഴിയും തോർത്തുപോരാ. YMCA തൊടുപുഴ റീജിയൻ ഭാരവാഹികളുടെ വാർഷിക തെരഞ്ഞെടുപ്പ് യോഗം തൊടുപുഴ YMCA ഹാളിൽ നടന്നു. തൊടുപുഴ റീജിയൻ ചെയർമാൻ മാത്യു കണ്ടിരിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കേരള റീജിയൻ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. YMCA ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് അലക്സാണ്ടർ ആശംസകൾ അർപ്പിച്ചു. നോമിനേഷൻ കമ്മിറ്റി അംഗം സണ്ണി കൂട്ടുങ്കൽ പാനൽ അവതരിപ്പിച്ചു. ചെയർമാനായി ബാബു ജോസഫ് ഈന്തെങ്കിലും ജനറൽ കൺവീനറായി ജോയി തോമസ് പാടത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടു. YMCA തൊടുപുഴ റീജിയൻ ഭാരവാഹികളുടെ വാർഷിക തെരഞ്ഞെടുപ്പ് യോഗം തൊടുപുഴ YMCA ഹാളിൽ നടന്നു. തൊടുപുഴ റീജിയൻ ചെയർമാൻ മാത്യു കണ്ടിരിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കേരള റീജിയൻ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. YMCA ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് അലക്സാണ്ടർ ആശംസകൾ അർപ്പിച്ചു. നോമിനേഷൻ കമ്മിറ്റി അംഗം സണ്ണി കൂട്ടുങ്കൽ പാനൽ അവതരിപ്പിച്ചു. YMCA തൊടുപുഴ സബ് റീജിയൻ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചെയർമാനായി ബാബു ജോസഫ് ഈന്തുങ്കൽ, വൈസ് ചെയർമാൻ ലൂയിസ് പാറത്താഴം, ബിലോ 30 കെവിൻ ബേബി, ജനറൽ കൺവീനർ ജോയി തോമസ് പാടത്തിൽ, ജോയിന്റ് കൺവീനർ ഏസൻ ജോർജ്, കൺവീനർമാരായി ട്രെയിനിങ് ആൻഡ് ലീഡർഷിപ്പ് അജുമോൻ ജേക്കബ്, മിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സജി പോൾ, യൂത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ ജോണി PJ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് സാബു ജോസഫ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോസ് എടക്കര, വനിതാ ഫോറം ബ്രിജിത്ത് സിറിയക്, യുവത പ്രൊമോട്ടർ ഡൊമിനിക് ജോൺ, സീനിയർ സിറ്റിസൺ തോമസ് വർക്കി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. 50 വർഷങ്ങൾക്ക് ശേഷം അവർ കളിക്കൂട്ടുകാരോടൊപ്പം ഒത്തുചേർന്നു. ചിത്തിരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-75 SSLC ബാച്ച് അംഗങ്ങളായ 50ഓളം പേരാണ് 50 വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ ഒത്തുചേർന്നത്. ഇക്കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച സഹപാഠികളെ കണ്ടെത്താൻ ഇതിന് നേതൃത്വം വഹിച്ചവർ 1 വർഷത്തോളം പരിശ്രമം നടത്തേണ്ടി വന്നു. അങ്ങനെയാണ് 50ാം വർഷത്തിൽ 50ഓളം പേരെ അവർ ഒത്തൊരുമിപ്പിച്ചത്. 50 വർഷങ്ങൾക്ക് ശേഷം അവർ കളിക്കൂട്ടുകാരോടൊപ്പം ഒത്തുചേർന്നു. ചിത്തിരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-75 SSLC ബാച്ച് അംഗങ്ങളായ 50ഓളം പേരാണ് 50 വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ ഒത്തുചേർന്നത്.
ഇക്കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച സഹപാഠികളെ കണ്ടെത്താൻ ഇതിന് നേതൃത്വം വഹിച്ചവർ 1 വർഷത്തോളം കഠിന പരിശ്രമം നടത്തേണ്ടി വന്നു. അങ്ങനെയാണ് 50-ാം വർഷത്തിൽ 50ഓളം വരെ അവർ ഒത്തൊരുമിപ്പിച്ചത്. 65 വയസ്സ് പിന്നിട്ട പലരും ചുറുചുറുക്കോടെയും പഴയ വിദ്യാർത്ഥിയുടെ അതേ മനസ്സോടെയും പഴയ കളിക്കൂട്ടുകാരെ കാണുവാൻ ഓടിയെത്തി. ഇതോടൊപ്പമാണ് 50 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും അതേ കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കുവാൻ നീണ്ട അന്വേഷണങ്ങൾ ഇവർക്ക് വേണ്ടിവന്നു. മുൻകാല അധ്യാപകരായ PS ഇബ്രാഹിം, ഫിലോമിന ജോസഫ്, KP തങ്കമ്മ, PA ഐസാബി, KK ഐഷ ബീബി എന്നിവരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയും പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ B. മോഹനമേനോൻ അധ്യക്ഷത വഹിച്ച യോഗം VG പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റിയൂണിയൻ ഡയറക്ടറി പ്രകാശനവും മുഖ്യപ്രഭാഷണവും കവി ആന്റണി മുനിയറ നിർവഹിച്ചു. ഹൃദയത്തിൽ ഇത്രമാത്രം കരുതലോടുകൂടി എടാ പോടാ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് സഹപാഠികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ. ശരിയല്ലേ? ജീവിതത്തിൽ സഹപാഠികൾക്ക് മാത്രം അനുവദിച്ച് കിട്ടിയ വലിയ സ്വാതന്ത്ര്യമാണ്. എപ്പോൾ കണ്ടാലും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽ കണ്ടാലും എടാ പോടാ എടി എന്ന് വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അത്രമാത്രം ഹൃദയ ചൂടാണ്, സഹവർത്തിത്വ മനോഭാവമാണ് ഒരുമിച്ച് പഠിക്കുമ്പോൾ. അന്നത്തെ നീളം ബെഞ്ചുകൾ ഇന്ന് ഇല്ല, ഇത്തിരി ചുരുങ്ങിയിട്ടുണ്ടാകും. അന്ന് നീളമുള്ള ബെഞ്ചിൻ്റെ ഒരു വശത്ത് നിന്ന് ഒരു തിരമാല പോലെ ഒരു ഒഴുക്ക് വരും ചിലപ്പോഴൊക്കെ, ഇങ്ങേ വശത്തുള്ളയാളെ തത്തിച്ച് താഴെ ചാടിക്കാൻ. നെല്ലിക്കയും പുളികുരുവും മയിൽപ്പീലിത്തൊണ്ടും മഷിത്തണ്ടും കൈമാറിയിരുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു. എൻ്റെ പാവാടത്തുമ്പും കീറിയതിനാലെ കണ്ടു ഞാനൊരു സാമ്യം അവരോടടുത്തു ഞാൻ. സംഘാടക സമിതി കൺവീനർ ജോയി വർഗീസ്, ചിത്തിരപുരം സ്കൂൾ ഹെഡ്മിസ്ട്രസ് T. ഷർമിലി, മേരി ചാക്കോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പങ്കെടുത്തവർക്കുള്ള മൊമന്റോ വിതരണം, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും ചടങ്ങിനോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രജിസ്റ്റേർഡായി അയച്ച ഇന്റർവ്യൂ ക്ഷണക്കത്ത് പോസ്റ്റ് 1 നൽകിയത് 10 ദിവസങ്ങൾ കഴിഞ്ഞ്. അവസരം നഷ്ടമായ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധവുമായി രംഗത്ത്. ആലക്കോട് പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചവർണ അംഗൻവാടി നടന്ന യോഗത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന TJ ജോസഫ് അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തിയിട്ടുള്ളതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. എയർടെക് ഓട്ടോ എയർ കണ്ടീഷണർ തൊടുപുഴ അച്ചൻകവലയിലുള്ള സുലഭ ഹൈപ്പർ മാർട്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.